ക്രേസി ഹാക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രിയപ്പെട്ട ചോക്ലേറ്റ്, ഒരു മിൽക്ക് ചോക്ലേറ്റ്. അതാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനു മുന്നേ ഞാൻ ഒരു ദിവസം ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ട് എനിക്കത്ര ക്ലിയറായിട്ട് വന്നില്ല. പിന്നെ അതിൽ നിന്ന് കുറച്ചുകൂടി ഒരല്പം മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഞാൻ ഈ മിൽക്ക് ചോക്ലേറ്റ് ഞാനിപ്പോൾ ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് വന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അപ്പം ഞാൻ ഈ മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളും പിന്നെ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഞാൻ വ്യക്തമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ബൗൾ എടുത്ത് വയ്ക്കുക. അതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കുക. ഈ അരിപ്പയിലേക്ക് നമുക്ക് ഒരു 1.25 ടീസ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ഒരു ചെറിയ അളവിൽ മാത്രം നമ്മൾ ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്ക് അതിലേക്ക് ഇടേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മാത്രം മിൽക്ക് പൗഡർ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂണിനേക്കാളും അല്പം കൂടി കുറവാണ് അത്രയ്ക്കും കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ ഇതിലേക്ക് പൗഡേർഡ് ഷുഗർ ഇപ്പോൾ ഇട്ടിട്ടില്ല. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അത് നമുക്ക് ഇടേണ്ട സമയമാകുമ്പോൾ ഞാൻ പറയാം. ഇനി ഇത് എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഇട്ട അളവുകളൊക്കെ ഓർമ്മയുണ്ടാവണം. 1.25 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ. അപ്പോൾ ആ അളവുകളൊക്കെ കറക്റ്റായി ഓർത്ത് വെച്ചേക്കണം. ഇനി നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിൽ ഒരു പകുതിയോളം വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പം നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡബിൾ ബോയിൽ എന്ന് പറഞ്ഞാൽ ഇതേപോലെ വെള്ളം വെച്ചിട്ട് തിളച്ചതിന് ശേഷം അതിൻ്റെ ആ സ്റ്റീമിലാണ് നമ്മൾ ചോക്ലേറ്റ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതേപോലൊരു പാത്രം എടുത്തിട്ട് നമ്മൾ അതിൻ്റെ മേലെ വെച്ച് കൊടുക്കും ഇത് തിളച്ചതിന് ശേഷം. അപ്പോൾ ഇത് തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വെച്ച വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കുഴിയുള്ള ഒരു പാത്രം കുറച്ച് കവർ ചെയ്ത് നിൽക്കുന്ന രൂപത്തിൽ നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇനി ഈ പാത്രം അതിൻ്റെ ആ സ്റ്റീം കൊണ്ട് നന്നായിട്ട് ചൂടാവും. അപ്പോൾ അങ്ങനെ ചൂടായതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ചൂടായതിന് ശേഷം മാത്രം, അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പൗഡേർഡ് ഷുഗറാണ്. അപ്പോൾ ഈ പൗഡേർഡ് ഷുഗർ നമ്മൾ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒഴിച്ച വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവണം. ആ ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ പൗഡേർഡ് ഷുഗർ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ നമുക്കത് നന്നായിട്ട് അലിഞ്ഞ് കിട്ടുള്ളൂ. ഈ വെളിച്ചെണ്ണയിൽ ഈ പൗഡേർഡ് ഷുഗർ കിടന്ന് അലിഞ്ഞ് ചേർന്ന് നല്ല ഒരു വെളുത്ത നിറത്തിൽ ആവും. ഇപ്പോൾ നമ്മൾ ഒഴിച്ച കോക്കനട്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൗഡേർഡ് ഷുഗർ ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി ഒരു കയ്യിൽ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ കോക്കനട്ട് ഓയിലിൽ ഈ പൗഡേർഡ് ഷുഗർ നന്നായിട്ട് മെൽറ്റാവണം. അപ്പോൾ കുറച്ച് ഒരു 2-3 മിനിറ്റ് നേരം എടുത്തിട്ട് ഇത് നന്നായിട്ട് ആ പഞ്ചസാര അതിനകത്ത് അലിഞ്ഞ് ചേരുന്നത് വരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിട്ട പഞ്ചസാര ഒക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതും കൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സ്വീറ്റ് കഴിക്കുമ്പോൾ നമുക്ക് ആ വെളിച്ചെണ്ണയുടെ ഒരു കുത്ത് അധികം അങ്ങോട്ട് നമുക്ക് തോന്നില്ല. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന കൊക്കോ പൗഡറിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒന്നിച്ച് ഇട്ട് കൊടുക്കേണ്ട, കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആ ഇട്ട് കൊടുക്കുന്നത് ഒന്ന് അതിനകത്ത് മിക്സ് ആയതിന് ശേഷം നമുക്ക് അടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. അതും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ് നേരം നന്നായിട്ടത് കുക്കായി കിട്ടും. ഇനി ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നല്ല ഒരു ഗ്ലേസിംഗ് ഒക്കെ കണ്ട നമ്മുടെ കോക്കനട്ട് ഓയിൽ ഒഴിച്ചത് കൊണ്ടാണ് അങ്ങനെ കിട്ടിയിരിക്കുന്നത്. നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ പറഞ്ഞ പോയിൻറ്റ്സൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഓർമ്മയില്ലേ?
നമ്മൾ ആ സ്റ്റീമിൽ വെച്ച ആ പാത്രം നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നമ്മൾ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ആ കോക്കനട്ട് ഓയിലും നന്നായി ചൂടായതിന് ശേഷം മാത്രം നമ്മൾ പൗഡേർഡ് ഷുഗർ ഇട്ട് കൊടുക്കുക. ആ പൗഡേർഡ് ഷുഗർ ആ കോക്കനട്ട് ഓയിലിൽ നന്നായിട്ട് മിക്സായി എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഞാൻ ഇതിലേക്ക് വാനില എസൻസ് ഒരു 4 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വാനില എസൻസിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമുക്ക് എല്ലാം കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഏത് മോൾഡിലേക്കാണോ ഒഴിക്കുന്നത് അപ്പോൾ ആ മോൾഡിലേക്ക് ഒഴിക്കാൻ പാകത്തിന് പറ്റിയ ഒരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റാം. അപ്പം ഞാൻ ഇവിടെ ഒരു ഗ്ലാസ്സിലേക്കാണ് പകർത്തുന്നത്. ഇനി നമുക്ക് ഈ ചോക്ലേറ്റ് മിക്സ് ഒഴിച്ചു വയ്ക്കാനുള്ള ഒരു മോൾഡ് എടുക്കാം. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിലാണോ നമ്മുടെ ചോക്ലേറ്റ് കിട്ടേണ്ടത് ആ ഷേപ്പിലുള്ള മോൾഡ് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ഷെല്ലിൻ്റെ ഷേപ്പും ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലുള്ള മോൾഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് മിക്സ് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്പൂൺ ഉപയോഗിക്കാതെ നമ്മൾ ഒഴിച്ചാൽ എന്താ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സൈഡിലോട്ടൊക്കെ അത് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സ്പൂൺ ഉപയോഗിച്ച് ഒഴിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എപ്പോൾ ഒഴിക്കുമ്പോഴും ആ കുഴിയിലേക്ക് ഒരു ഹാഫായിട്ട് ഒഴിക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് കുറച്ച് നട്ട്സ്, കാഷ്നട്ടോ അല്ലെങ്കിൽ വല്ല പിസ്ത ഉണ്ടെങ്കിൽ അതോ എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അത് നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങനത്തെ മിഠായി കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. എന്തെങ്കിലും ഒന്ന് കടിക്കാൻ നല്ല നട്ട്സൊക്കെ കഴിച്ച് പിള്ളേർക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെടും. അതിന് ശേഷം അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. കാഷ്നട്ട് ഇപ്പോൾ എല്ലാത്തിലും ഇടണമെന്നില്ല, ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ നമുക്ക് എല്ലാത്തിലും ഒഴിച്ചെടുക്കാം. ഞാനിതിൻ്റെ എല്ലാ കുഴികളിലും ഞാൻ ഒഴിക്കുന്നില്ല. ഞാൻ കുറച്ചെടുത്ത് വേറൊരു ഫ്ലവർ ഷേപ്പിൽ ഒരു മോൾഡ് ഉണ്ട്, അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ബാക്കി ഉള്ളത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഷേപ്പിൽ കിട്ടും. ഇനി ഇതിൻ്റെ ചൂട് മാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ ഒരു 25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാം. ഇപ്പം ഞാൻ 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് നന്നായിട്ട് സെറ്റായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ വൈറ്റ് പോർഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ കോക്കനട്ട് ഓയിൽ ഒന്ന് തെളിഞ്ഞ് മേലെ വന്ന് നിൽക്കുന്നതാണ്. അതൊരു ഇത്തിരി നേരം കഴിയുമ്പോഴേക്കും അത് കറക്റ്റായി നമുക്ക് കിട്ടിക്കോളും. അത് കാര്യമാക്കണ്ട. ഇനി നമുക്കിത് ഈ മോൾഡിൽ നിന്ന് ഈ പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. പതുക്കെ ഒന്ന് മുകളിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല സുന്ദരി കുട്ടികളായിട്ട് നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുത്തോ. ഞാൻ പറഞ്ഞിരിക്കുന്ന പോയിൻറ്റ്സ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് ഇതേപോലെ നല്ല കിടുക്കാച്ചി മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാം നന്നായിട്ട് കിലുങ്ങണ സൗണ്ട് കേട്ട്. അപ്പോൾ എല്ലാ ചോക്ലേറ്റും നമുക്ക് ഇതുപോലെ മുകളിൽ നിന്ന് എടുത്ത് വയ്ക്കാം. പിന്നെ നമ്മൾ ആ ഒരു ഫ്ലവറിൽ വെച്ചിരുന്നില്ലേ, അതും നമുക്ക് നല്ല കിടുക്കാച്ചിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒടിച്ച് നോക്കാം. കണ്ടോ എത്ര പെർഫെക്റ്റായിട്ടാണ് നമുക്ക് മിൽക്ക് ചോക്ലേറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങളെല്ലാവരും നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരെയും ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.